ഹായ് ഡിയേഴ്സ്, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ ശിവരാത്രിക്കും പോകുന്ന ഒരു അമ്പലമാണ് കണിച്ചോളങ്ങര ക്ഷേത്രം. ഞങ്ങൾ ഫാമിലി എല്ലാവരും അടക്കം അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ അമ്പലത്തിലായിരിക്കും. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുംഭകുടം എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്. ആദ്യമൊക്കെ അതിൻ്റെ കൂടെ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ആങ്ങളെയൊക്കെ കുംഭകുടം എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുംഭകുടം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പോയി ആ ദിവസം അമ്പലത്തിൽ ചെന്നില്ലേ ഭയങ്കര സമാധാനക്കേടാണ്. പക്ഷേ ഈ വർഷം ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ചു. പക്ഷേ ഒറ്റയ്ക്ക് എന്നെ വിടാതെ എൻ്റെ ഇളയവൾ മോളും കൂടെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ രാവിലെ ബസ്സിന് കയറി അവിടെ പോയി. ഭയങ്കര വെയിൽ. ക്യൂ നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിന് പകുതി മുക്കാൽ ചുറ്റിന് മേളിലാണ് ഞാൻ ക്യൂ നിന്നത്. വെയിൽ കൊണ്ട് ഒരു രക്ഷയില്ല. വെയിൽ മാത്രമല്ല, തിരക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്ക്. ഈ പകൽ ഇത്രയും തിരക്ക് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതാ ഒരു ചേച്ചി പൂ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വേറെ വഴിപാടായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ദേവിക്ക് കൊടുക്കാനായിട്ട് ഒരു പൂമാല മാത്രം മേടിച്ചു. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന മൊത്തം ക്യൂ ആണ് കേട്ടോ. ആ നിവർന്ന് നിൽക്കുന്ന മൊത്തം ക്യൂ ആണ്. ഇങ്ങനെ ആൾ കൂടിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് കണിച്ചോളങ്ങര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വഴിപാടുകളിലൊന്നാണ് കൂത്തു കൊടുക്കലെന്ന് പറയും. അരിക്കൂത്ത് കൊടുക്കലെന്ന് പറയും. ഞാനും എൻ്റെ ആങ്ങളെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ കുറച്ച് മുതിർന്നിട്ട് ഞങ്ങളിങ്ങനെ കറക്കിയാണ് എടുത്തത്. കുഞ്ഞുങ്ങൾ അവർ കയ്യിലെടുത്ത് വട്ടം ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൂത്തു വഴിപാട്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരെ തന്നെ സൂക്ഷിക്കണം, സ്വർണം സൂക്ഷിക്കണം, 3-4 മാല കളവ് പോയി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിരക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എനിക്കിതേ മുല്ലപ്പൂവിനെക്കാട്ടി ഇഷ്ടം ഈ കാക്കടപ്പൂവാട്ടോ. പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ ഞങ്ങൾ ആ ക്യൂ നിന്ന സ്ഥലത്തൊക്കെ വെയിലത്ത് നിന്ന് മാറി മണ്ഡപത്തിലോട്ട് കയറിയപ്പം അവിടെ എല്ലാം ഈ മഞ്ഞ ജമന്തി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഭയങ്കര ഭംഗി. അങ്ങനെ നടയിലോട്ട് എത്തുവാണ്. ഇവിടെ വരെയുള്ള ഫോൺ അലൗഡുള്ളൂ. അതുകൊണ്ട് ദേവി ശരണം എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറി തൊഴുത് തിരിച്ചു മടങ്ങി വീട്ടിലെത്തി. ഹായ് ഡിയേഴ്സ്, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ ശിവരാത്രിക്കും പോകുന്ന ഒരു അമ്പലമാണ് കണിച്ചോളങ്ങര ക്ഷേത്രം. ഞങ്ങൾ ഫാമിലി എല്ലാവരും അടക്കം അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ അമ്പലത്തിലായിരിക്കും. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുംഭകുടം എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്. ആദ്യമൊക്കെ അതിൻ്റെ കൂടെ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ആങ്ങളെയൊക്കെ കുംഭകുടം എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുംഭകുടം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പോയി ആ ദിവസം അമ്പലത്തിൽ ചെന്നില്ലേ ഭയങ്കര സമാധാനക്കേടാണ്. പക്ഷേ ഈ വർഷം ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ചു. പക്ഷേ ഒറ്റയ്ക്ക് എന്നെ വിടാതെ എൻ്റെ ഇളയവൾ മോളും കൂടെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ രാവിലെ ബസ്സിന് കയറി അവിടെ പോയി. ഭയങ്കര വെയിൽ. ക്യൂ നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിന് പകുതി മുക്കാൽ ചുറ്റിന് മേളിലാണ് ഞാൻ ക്യൂ നിന്നത്. വെയിൽ കൊണ്ട് ഒരു രക്ഷയില്ല. വെയിൽ മാത്രമല്ല, തിരക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്ക്. ഈ പകൽ ഇത്രയും തിരക്ക് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു ചേച്ചി പൂ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വേറെ വഴിപാടായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ദേവിക്ക് കൊടുക്കാനായിട്ട് ഒരു പൂമാല മാത്രം മേടിച്ചു. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന മൊത്തം ക്യൂ ആണ് കേട്ടോ. ആ നിവർന്ന് നിൽക്കുന്ന മൊത്തം ക്യൂ ആണ്. ഇങ്ങനെ ആൾ കൂടിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് കണിച്ചോളങ്ങര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വഴിപാടുകളിലൊന്നാണ് കൂത്തു കൊടുക്കലെന്ന് പറയും. അരിക്കൂത്ത് കൊടുക്കലെന്ന് പറയും. ഞാനും എൻ്റെ ആങ്ങളെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ കുറച്ച് മുതിർന്നിട്ട് ഞങ്ങളിങ്ങനെ കറക്കിയാണ് എടുത്തത്. കുഞ്ഞുങ്ങൾ അവർ കയ്യിലെടുത്ത് വട്ടം ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൂത്തു വഴിപാട്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിയന്ത്രിക്കാൻ പറ്റാത്ത